ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. അവധി ദിവസങ്ങളായതോടെ വെർച്വൽ ക്യൂ ബുക്കിംഗ് 90,000-ന് അടുത്താണ്. ഇന്ന് 1,00,000-ന് മുകളിൽ തീർത്ഥാടകർ സന്നിധാനത്തെത്തുമെന്ന കണക്കൂട്ടലിൽ ആ മുന്നൊരുക്കത്തിലാണ് അധികൃതരുള്ളത്. ഇന്നലെ 86,408 തീർത്ഥാടകരാണ് 18ാം പടി കയറിയത്. CV അനുമോദ് ചേരുന്നതിന്റെ വിവരങ്ങളുമായി. അനുമോദ്, ശബരിമലയിൽ ആ തിരക്ക് അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ആദ്യ സമയങ്ങളിലുണ്ടായിരുന്ന പാകപ്പിഴകളൊക്കെ പരിഹരിച്ച് ഇപ്പോൾ തീർത്ഥാടകരുടെ തിരക്കൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവധി ദിവസങ്ങളാണ്. ഈ അവധി ദിവസങ്ങളിൽ തിരക്ക് ഒരുപാടുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. എല്ലാം കൃത്യമായി ഈ തീർത്ഥാടകർക്ക് സുഗമമായിട്ടുള്ളൊരു ദർശനം നടത്താൻ പാകത്തിനല്ലേ പോകുന്നത്? എൽദോ, നമുക്കറിയാം അവധി ദിവസങ്ങൾ, പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ സന്നിധാനത്ത് നല്ല തിരക്ക് തന്നെയാണ് അനുഭവപ്പെടാറുള്ളത്. സാധാരണ ആ ഒരു സാഹചര്യത്തിന് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. ഇന്നും നല്ല തിരക്ക് രാവിലെ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇതുവരേക്കും 21,000-ലധികം അയ്യപ്പന്മാർ ഇന്ന് നട തുറന്നതിന് ശേഷം 18ാം പടി ഇതുവരേക്കും കയറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നലെ 86,408 പേരാണ് 18ാം പടി കയറിയത്. ഇന്നത്തെ സാഹചര്യം അല്പം വ്യത്യസ്തമാണ്. കാരണം നേരത്തെ എൽദോ സൂചിപ്പിച്ചതുപോലെ ഈ വിർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്നലെ 80,000-ന് മുകളിലാണ്. അതിന് പുറമെ സ്പോട്ട് ബുക്കിംഗ് ഒരു 10,000-ന് മുകളിൽ വരും. അതിനു പുറമെ വേറെയും സിവിൽ ദർശനവും സത്രം വഴി പുള്ളിമേട് വഴി വരുന്ന അയ്യപ്പന്മാരെ എല്ലാം കൂടി കൂട്ടുമ്പോൾ ഏകദേശം 1,00,000-ഓളം പേരുന്ന് സന്നിധാനത്ത് എത്തുമെന്ന ഒരു കണക്കൂട്ടലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മുൻനിർത്തിയുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. ഒരു നിമിഷം 460-നും 70-നും ഇടയിൽ അയ്യപ്പന്മാരെ 18ാം പടി കയറ്റി വിട്ടു കഴിഞ്ഞാൽ മണിക്കൂറിൽ 4,000-ലധികം പേര് ദർശനത്തിനുള്ള സാധ്യത ഉണ്ട്. അതിന് വേണ്ട ഒരുക്കങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. കൂടുതൽ ആംഡ് റിസർവ് ഫോഴ്സും ഇന്ത്യൻ റിസർവ് ബറ്റാലിയനും ഒക്കെ ഇവിടെ 18ാം പടിയിലെ സേവനത്തിന് മാത്രമായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അവർ മാറി മാറി ഈ 18ാം പടി കയറുന്നതിന്റെ വേഗത ഒട്ടും കുറയാതെ നോക്കാനുള്ള രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോഴും തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് പറയുമ്പോഴും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് സ്വാഭാവികമായിട്ടും അല്പസമയം കാത്തു നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് സമയത്താണെങ്കിലും അതിന്റെ പൂജാ സമയത്തൊക്കെ ആണെങ്കിലും കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഏതായാലും ഒരു 6 മണിക്കൂറോളം പമ്പയിലും സന്നിധാനം വരേക്ക് ദർശനത്തിന് എടുക്കുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് പമ്പയിലും നിലയ്ക്കലുമൊക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടതുപോലെ ഒരുപാട് സമയം കെട്ടിക്കിടക്കേണ്ട അവസ്ഥ, എത്ര സമയം കിടക്കേണ്ടി വരുമെന്ന് പറയാതെ ബുദ്ധിമുട്ടിലാവുന്ന അവസ്ഥ ഉണ്ടാകില്ല എന്ന ഉറപ്പാണ് അധികൃതർ നൽകിയിട്ടുള്ളത്. പമ്പയിൽ ഈ തിരക്ക് നിയന്ത്രണാതീതമായി വരികയാണെങ്കിൽ പമ്പയിൽ നിയന്ത്രണം കൊണ്ടുവരുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഒരു വലിയ തിരക്ക് മുൻനിർത്തിയിട്ടുള്ള സംവിധാനങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നിലവിൽ തിരക്കുണ്ട്, പക്ഷേ നിയന്ത്രണ വിധേയമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അനുമോദ്, ഇപ്പോൾ ഈ അവധി ദിവസമായതുകൊണ്ട് കൂടുതൽ സംസ്ഥാനത്തിന്റെ അകത്തു നിന്നുള്ള ഭക്തരാണോ തീർത്ഥാടകരാണോ കൂടുതലായിട്ട് എത്തുന്നത്? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾക്കൊപ്പം തന്നെ ഒരുപാട് കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണം കൂടുതലായി തോന്നുന്നുണ്ടോ? തീർച്ചയായും നമുക്ക് ഈ അവധി ദിവസങ്ങൾ, ശനി ഞായർ ദിവസങ്ങളിലൊക്കെ നമുക്ക് കേരളത്തിൽ നിന്നവരുടെ എണ്ണം ഉണ്ടാകുമെന്ന് പറയാം. പക്ഷെ മാത്രമല്ല ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു സാഹചര്യം ക്രിസ്മസ് പരീക്ഷയൊക്കെ നടക്കുന്നതുകൊണ്ട് അത്തരത്തിലുള്ള ഈ കുട്ടികളുമായി കേരളത്തിൽ നിന്ന് ദർശനത്തിലുള്ളവരുടെ എണ്ണം ഒരുപക്ഷെ മുൻ ആഴ്ചയിലെ അത്ര ഉണ്ടാകില്ല. ഇനിയിപ്പോൾ ക്രിസ്മസിന്റെ അവധി ദിവസങ്ങളൊക്കെ വരികയാണ്. ആ ഒരു അവധി ദിവസങ്ങളായിരിക്കാം നമുക്കിനി കൂടുതൽ തിരക്ക് ഈ കേരളത്തിൽ നിന്നുള്ളവരുടെ, പ്രത്യേകിച്ച് കുട്ടികളുമായിട്ടൊക്കെ വരുന്നവരുടെ തിരക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ആഴ്ച തന്നെ മന്ത്രിയുടെ വിലയിരുത്തലുണ്ടായിരുന്നത് ഈ ഒരു തിരക്ക് നിയന്ത്രണാതീതമാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കൂടുതൽ കുട്ടികളും പ്രായമായവരുമൊക്കെ മുൻ വർഷങ്ങളെക്കാൾ ഇവിടേക്ക് എത്തി എന്നുള്ളതാണ്. ആ കുട്ടികളെയും പ്രായമായവരെയും നമുക്ക് ഒരിക്കലും വളരെ വേഗത്തിൽ 18ാം പടി കയറ്റി വിടുക എന്നുള്ളത് സാധാരണ അയ്യപ്പന്മാരെ കയറ്റി വിടുന്നത് പോലെ സാധ്യമല്ല. അപ്പോൾ അവിടെ വേഗത കുറയുന്നു എന്നുള്ളതാണ് ഈ പമ്പയിലെ നിലയ്ക്കലേക്കുമൊക്കെ ഈ ഒരു തിരക്ക് നീളാനുള്ള അനുഭവപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമായി വരുന്നത്. അതിന് ഒരു പരിഹാരം എന്ന രീതിയിലാണ് കൂടുതൽ റിസർവ് ബറ്റാലിയനെയും ആംഡ് ഫോഴ്സിനെയൊക്കെ 18ാം പടിയിൽ നിയോഗിച്ചിരിക്കുന്നത്. വളരെ വേഗത്തിൽ ഈ മേഖലയിൽ പരിചയമുള്ള, അതായത് മുൻപ് സന്നിധാനത്ത് 18ാം പടിയിൽ നിന്ന് പരിചയമുള്ള സേനാ അംഗങ്ങളെ അതിന് നിയോഗിച്ചിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ്. അതാണെങ്കിലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇനിയുള്ള 2 ദിവസവും, ശനിയും ഞായറും, ഇന്നടക്കം 2 ദിവസവും ഏതാണ്ട് 1,00,000-ന് മുകളിൽ അയ്യപ്പന്മാർ ഇവിടെ എത്തും
എന്നുള്ള കണക്കുകൂട്ടൽ പോലീസിനുണ്ട്. അതിന് തക്ക മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് അധികൃതരും വിശദീകരിച്ചിട്ടുള്ളത്. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. സന്നിധാനത്ത് നിന്ന് അവിടെ തിരക്ക് നല്ലതായിട്ടുണ്ട്, നമുക്ക് കാണാൻ കഴിഞ്ഞു. അവിടെ ആ ഫ്ലൈ ഓവറിലൊക്കെ ഒരുപാട് നീണ്ട ക്യൂ തന്നെ നിലനിൽക്കുന്ന സാഹചര്യം.